പ്രൈസ് ദി ലോർഡ്. ദൂരത്തും ചാരത്തുമായി എന്നെ ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി നഹൂം പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 7-ാം വാക്യം വായിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ ശരണവുമാകുന്നു, തങ്ങൾ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ ശരണവുമാകുന്നു, തങ്ങൾ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. ഈ വളരെ ചെറിയ ഒരു പ്രവചന പുസ്തകമാണ് നഹൂം പ്രവചനം. നഹൂം പ്രവാചകൻ വെറും 3 അധ്യായങ്ങൾ മാത്രമേ ഇതിൽ എഴുതിയിട്ടുള്ളൂവെങ്കിലും വലിയ അർത്ഥവത്തായ കാര്യങ്ങളാണ് ഇതിലൂടെ നഹൂം പ്രവാചകൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ പ്രവചന പുസ്തകത്തിൻ്റെ ശീർഷഭാഗത്ത് തന്നെ നിനവയെക്കുറിച്ചുള്ള പ്രവചനം എന്ന് എഴുതിയിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം നാം വായിക്കുമ്പോൾ നിനവയുടെ പാപം എൻ്റെ അടുക്കൽ എത്തിയിരിക്കുന്നു, നിനവയുടെ വഷളത്വം എൻ്റെ അടുക്കൽ എത്തിയിരിക്കുന്നു എന്ന് വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണുവാൻ കഴിയും. അത്രമാത്രം പാപം ചെയ്ത ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയ ഒരു ജനതയാണ് നിനവയിലുള്ള ജനമെന്ന് വെച്ചാൽ. ഇതിൻ്റെ തുടർന്നുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ ദൈവം തീഷ്ണതയുള്ളവനും യഹോവ പ്രതികാരം ചെയ്യുന്നവനുമാകുന്നു, യഹോവ പ്രതികാരം ചെയ്യുന്നവനും ക്രോധപൂർണനുമാകുന്നു, യഹോവ തൻ്റെ വൈരികളോട് പ്രതികാരം ചെയ്യുന്നു എന്നൊക്കെയും കാണുന്നു. എന്നാൽ അതിൻ്റെ 3-ാം വാക്യത്തിൽ ഇപ്രകാരമാണ്: യഹോവ ദീർഘക്ഷമയും മഹാശക്തിയുമുള്ളവൻ, അവൻ ഒരിക്കലും ശിക്ഷിക്കാതെ വിടുകയില്ല. ദൈവത്തിൻ്റെ വചനം നാം വായിക്കുമ്പോൾ ലോകത്തിൽ പാപം വർദ്ധിച്ചതായ സമയങ്ങളിലൊക്കെയും ദൈവം ലോകത്തെ ശിക്ഷിക്കുന്നതായിട്ട്, ദൈവം ലോകത്തെ ന്യായം വിധിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവത്തിൻ്റെ ന്യായവിധി ദേശത്തിൻ്റെ മേലും സമൂഹത്തിൻ്റെ മേലും വ്യക്തികളുടെ മേലും കുടുംബങ്ങളുടെ മേലും വന്നതായിട്ടുള്ള ചരിത്രങ്ങളെ നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ കാണുവാൻ കഴിയും. എന്നാൽ അത് വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നാം വായിച്ച വേദഭാഗത്തിൽ യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ ശരണവുമാകുന്നു, തങ്ങൾ ആശ്രയിക്കുന്നവനെ അറിയുന്നു. ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ അറിയുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം. എൻ്റെ ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടിൽ കൂടിയും ഭാരത്തിൽ കൂടിയും പ്രയാസത്തിൽ കൂടിയും പോയ വേളയിൽ ഈ വചനം ദൈവം എന്നെ ആശ്വസിപ്പിച്ചതാണ്. പ്രത്യേകിച്ചും ഈ ലോക്ക്ഡൗൺ കാലത്ത് നാം ഭവനത്തിലായിരിക്കുമ്പോൾ പലരും പല വിഷയങ്ങളുടെ മുഖത്തും ഭാരപ്പെട്ട് ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു. പലരും രോഗത്തിൻ്റെ ബുദ്ധിമുട്ടുകളിൽ, മറ്റ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, പല വിഷയങ്ങളിൽ ഭാരപ്പെടുന്ന ജനത്തോട് എനിക്ക് പറയുവാനുള്ളത്, ദൈവം കഷ്ടത്തിൽ ഏറ്റവും അടുത്ത സഹായകനാണ്. തങ്ങൾ ആശ്രയിക്കുന്നവനെ അവൻ അറിയുന്ന ദൈവമാണ്. നാം വിശ്വസിക്കുന്ന ദൈവം, നാം ആരാധിക്കുന്ന ദൈവം ആരെന്നുള്ള ഏറിയ ബോധ്യം നമുക്കുണ്ടായിരിക്കണം. അവൻ്റെ വലിപ്പം നാം അറിഞ്ഞിരിക്കണം. പർവ്വതങ്ങളെ നിർമ്മിക്കുകയും കാറ്റിനെ സൃഷ്ടിക്കുകയും മനുഷ്യനോട് അവൻ്റെ നിരൂപണം ഇന്നതെന്ന് അറിയിക്കുകയും പ്രഭാതത്തെ അന്ധകാരമാക്കുകയും ഭൂമിയുടെ ഉന്നതങ്ങളിന്മേൽ നടകൊള്ളുകയും ചെയ്യുന്ന ഒരുവനുണ്ട്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ എന്നാകുന്നു അവൻ്റെ നാമം. അവൻ നമ്മെ അറിയുന്നു. നമ്മുടെ ഏത് വിഷയങ്ങളുടെ മുഖത്തും നമ്മെ സഹായിപ്പാൻ ശക്തിയുള്ള ഒരു നല്ല ദൈവം നമുക്കുള്ളത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യഹോവ ദൈവമായിരിക്കുന്ന ജാതിയും അവൻ തനിക്ക് അവകാശമായി തിരഞ്ഞെടുത്തിരിക്കുന്ന ജനവും ഭാഗ്യമുള്ളതെന്ന് സങ്കീർത്തനം 33 നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആകയാൽ പ്രിയ ദൈവജനമേ, നാം ഭാരപ്പെടുന്ന വിഷയങ്ങൾ നാം ദൈവകരങ്ങളിലേക്ക് കൊടുക്കുക. ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ അവൻ അറിയുകയും അവരെ വിടുവിക്കുകയും ചെയ്യും. അവനത് നിവർത്തിക്കും. ആകയാൽ നമുക്ക് ദൈവകരങ്ങളിൽ ആശ്രയിക്കാം. ദൈവം നമ്മെ നടത്തുമാറാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മേ ഗോഡ് ബ്ലെസ് യു.